വെൽക്കം ബാക്ക് ടു റേഡിയോ സോണോ 91.7 FM. ബോബി മാത്രമല്ല മാത്നി മാഷബിൾ. ഇന്ന് റേഡിയോ സോണോൻ്റെ എൻറ്റയർ ടീം ഇവിടെയുണ്ട്. അച്ചുണ്ട്, അഷ്ടമിയുണ്ട്, കുറച്ച് പേര് പുറത്ത് ശ്വാസമൊക്കെ ശരിക്കും എടുത്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ഒരാൾ പാട്ടുകൾ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് ഇട്ടെങ്കിലും സ്റ്റെപ്പ് ഇടണം. ഇത് അങ്ങനെ ചെയ്യത്തില്ല, സ്പേസ് തരത്തില്ല. മനുഷ്യർക്ക് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് അങ്ങനെ കൊടുക്കൂല. എല്ലാ ബീറ്റ്സിനും പിടിച്ച് സ്റ്റെപ്പ് ഇട്ട് നമ്മളേക്ക് ഒരു നിമിഷം പോലും സീറ്റിൽ ഇരുത്താതെ നമ്മൾ അത്രയും ഡാൻസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരാള് ഖത്തറിൽ എത്തി നിൽക്കുകയാണ്. ബിക്കോസ് ഖത്തറിൽ ഈദിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വൺ ഓഫ് ദി ഗ്രേറ്റ് ഈദ് കൺസേർട്ട്, ഈദ് സ്റ്റേജ് ഷോ സ്കൈ മീഡിയ ഒരുക്കുകയാണ്. ഈദ് മൽഹ 2.0. അതിലെ കിഡിലൻ പെർഫോമൻസുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യാനും പെർഫോം ചെയ്യാനും എത്തിയിട്ടുണ്ട് ദ വൺ ആൻഡ് ഓൺലി Prasanna Master. Thank you guys. Thank you guys. And welcome to Qatar. Yes. ഞങ്ങൾ പറഞ്ഞതുപോലെ ശ്വാസം കിട്ടുന്നില്ല. കാരണം ഇത്രയും സോങ്സ് ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇട്ട ആ പാവ സ്റ്റാർസിനെ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുന്നു. ഈവൻ ദോ അത് പല ടേക്സ് ആണെങ്കിലും എങ്കെ മാസ്റ്റർ എപ്പടി മാസ്റ്റർ. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ ലിസണേഴ്സിന് അറിയാം ആക്ച്വലി ഇവിടെ ആര് വന്നാലും വിൽ ട്രൈ ടു ഡു സം സർപ്രൈസ് ഫോർ ദം. ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്ത് അവർക്കറിയാം. പക്ഷെ മാസ്റ്ററിന് ദിസ് ദ ഫസ്റ്റ് ടൈം. സോ വാട്ട് യു ആക്ച്വലി അങ്ങനെ കയറി വന്നപ്പോൾ ഐ തിങ്ക് യു നോട്ട് എക്സ്പെക്ടിങ്. ഞാൻ ആക്ച്വലി റേഡിയോ ഇന്റർവ്യൂവിന് പോയത് ഐ തിങ്ക് ഫസ്റ്റ് സെക്കൻഡ് റേഡിയോ ഇന്റർവ്യൂ. സോ ഞാൻ വിചാരിച്ചു എൻട്രൻസിൽ വരുമ്പോൾ ബോബി എവിടെ ഇരിക്കും, ഹേ ബോബി ഹൗ ആർ യു, ബിക്കോസ് നമ്മൾ കുറെ വർഷമായിട്ട് ഓൺലി ഫോണിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടിട്ടില്ല. ഹായ് ഹലോ പറഞ്ഞിട്ട് ഓക്കെ മാസ്റ്റർ നമ്മൾ ഒരു 5 മിനിറ്റ് വേണം കോഫി ടീ, പിന്നെ നമുക്ക് ഓണർ പോവാം, അല്ലെങ്കിൽ അത്രയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് എനിക്കിവിടെ കിട്ടിയ വെൽക്കം വാസ് സംതിങ് എൽസ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ വിചാരിച്ചു ഏതോ ഒരു പ്രോമോയ്ക്ക് വേണ്ടിയായിരിക്കും, അതിന് വേണ്ടിയാണ് ഇത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് ബാക്കിൽ നിന്ന് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്തിനാണ് മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് സ്ക്രീനിൽ വന്നപ്പോഴേ ഇതൊക്കെ എൻ്റെ ഫോട്ടോ അല്ലേ, എവിടെ നിന്ന് കിട്ടി ഇതൊക്കെ. That was a big surprise. That is very sweet of you guys. Thanks a lot. It means a lot to me. We actually want to remind you, സാറിൻ്റെ ഒരു ജേർണി ചില സമയത്ത് സാറിനെ തന്നെ ഞങ്ങൾക്കൊന്ന് റിമൈൻഡ് ചെയ്യണം തോന്നി. ബിക്കോസ് ഇത്രയും കാലങ്ങളിൽ ഇത്രയും ജേർണി സാർ എടുത്തിട്ടുണ്ട് ഇവിടം വരെ ഒരു മാസ്റ്റർ പ്രസന്ന മാസ്റ്ററിലേക്ക് എത്താനായിട്ട്. സോ അറ്റ് ടൈംസ് അതൊരു സുഖമുള്ള ഓർമ്മകളല്ലേ? അതിൽ സുഖം, ടു ബി ഹോണസ്റ്റ്, യെസ്. പണ്ടൊക്കെ വാട്ട് സേ ലൈക്ക് ഇന്ന് അത് കാണുമ്പോൾ ലൈക്ക് യു ഫീൽ റിയലി ഇമോഷണൽ ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് എൻ ഈസി റൈഡ്. ആൻഡ് നത്തിങ് കംസ് ഫോർ ഫ്രീ. യു ഹാവ് ടു വർക്ക് ഹാർഡ്. ഏതെങ്കിലും ഒരു പൊസിഷൻ എത്തെങ്കിലും അതിന് കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്കത് ആ പൊസിഷനും കിട്ടത്തില്ല, വെറുതെ കിട്ടുന്നൊക്കെ ഇറ്റ് വിൽ ഗോ. സോ അന്ന് അതിൻ്റെ വില അറിയത്തില്ല വെൻ വി വർ ഗ്രോയിങ്. ഇന്ന് ഇതൊക്കെ ഓർത്ത് വയ്ക്കുമ്പോൾ ദൈവം ഇതൊക്കെ അന്ന് നമ്മൾ ചെയ്തല്ലേ. ബിക്കോസ് ദാറ്റ് വാസ് വെരി യങ് ബ്ലഡ് ആൻഡ് നോ എന്ന് പറഞ്ഞൊരു വാക്കില്ല, പറ്റില്ല എന്ന് പറഞ്ഞൊരു വാക്കില്ല. യു ഗോ ടു എനി എക്സ്റ്റെൻഡ് ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. സോ ദാറ്റ് വാസ് ആക്ച്വലി വെരി ഇമോഷണൽ ആൻഡ് നൊസ്റ്റാൾജിക്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാൻ ഇഷ്ടമല്ലാതിരുന്ന ഒരാള്, അല്ലെങ്കിൽ ഡാൻസർ ആകണമെന്ന് ആഗ്രഹിക്കാതിരുന്ന ഒരാള് ഇത്രയും വലിയൊരു സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു കൊറിയോഗ്രാഫർ ആകുന്ന സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്റ്റോറിയല്ല. ഡെസ്റ്റിൻഡ് ബ്രോ. തല എഴുതിയിട്ടുണ്ട് ദാറ്റ് ഐ ഹാവ് ടു ബിക്കം എ കൊറിയോഗ്രാഫർ. ബട്ട് അതിനുശേഷം ഐ ഹാഡ് ടു വർക്ക് ഹാർഡ്. യെസ്, ബട്ട് ദെൻ പീപ്പിൾ മൈ തിങ്ക് സാറിനെല്ലാം ഒരു പ്ലാറ്ററിൽ വളരെ ഈസിലി കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് യുവർ ഫാമിലി ഇസ് ഓൾ ഇൻ ടു മീഡിയ, സിനിമയിലാണ്, ഡാൻസർ. അപ്പോൾ എല്ലാവരും വിചാരിക്കും അതിനെന്താ മാസ്റ്ററിന് ഈസി സ്മൂത്ത് വേ ആയിരിക്കത്തില്ലേ എന്നാ വിചാരിക്കത്തുള്ളൂ. ഫാമിലി വൈസ് പറയുമ്പോൾ വെച്ചാൽ ബട്ട് ഈവൻ ഐ ഹാഡ് ടു ഗോ, എനിക്ക് കാർഡൊക്കെ ഐ ഹാഡ് ടു ഗിവ് എ പ്രോപ്പർ ഓഡിഷൻ. ഞാനൊക്കെ പ്രോപ്പർ ഓഡിഷൻ കൊടുത്തിട്ട് then only I got selected. There was no influence happening that time because എൻ്റെ ബാച്ചിലെ ഞാൻ, ഡാൻസ് മാസ്റ്റർ ദിനേഷ്, ഇറ്റ് വാസ് എ നോബൽ ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് വന്ന ഒരേ ബാച്ചാണ്. ദിനേഷ് മാസ്റ്ററിനെ കുറേ കൂടെ മനസ്സിലായി. തിങ്ക് സൊടക്കൊക്കെ ദിനേഷ് മാസ്റ്റർ, ലിയോ ഒക്കെ. സോ ഞങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം ബാച്ച് ആയിരുന്നു. സോ ഓഡിഷൻ ഞാൻ പ്രോപ്പറായിട്ട് ഓഡിഷൻ കൊടുത്തിട്ടാണ് വന്നത്. ഓൺലി തിങ് എനിക്ക് ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു വെച്ചാൽ സിൻസ് വീട്ടിൽ തന്നെ 4 കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. എനിക്ക് പുറത്ത് പോകാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല മാത്രമേ ഉള്ളൂ. സോ ഐ വാസ് സേഫ് ഗാർഡഡ്. എനിക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ ബട്ട് ഞാൻ മാസ്റ്ററായ ശേഷം നൺ ഓഫ് മൈ ഗുരൂസ് ഹാവ് ഹെൽപ്പ് മീ. ദേ സെഡ് ഇറ്റ്സ് യുവർ വേ, മേക്ക് യുവർ ഓൺ ലൈഫ്. സോ ദാറ്റ് ജേർണി വാസ് ടഫ്. പഠിക്കാനുള്ള വാസ് വെരി ഈസി. പഠിച്ച ശേഷം ടു മേക്ക് യുവർ ഓൺ മാർക്ക്
was a tough ride. It did not come easy for me. ബട്ട് ദെൻ ഞങ്ങൾ അറിഞ്ഞെടുത്തോളം രഘുറാം മാസ്റ്ററും കലാമാസ്റ്ററും ആണ് ദ ബിഗിനിങ്. സോ ഗുരുസ് എന്ന് പറയുമ്പോൾ പ്രശ്ന മാസ്റ്റർ ഒബ്വിയസ്ലി അവരിൽ തന്നെയല്ലേ തുടങ്ങുന്നത്. ബിഫോർ ദാറ്റ് ആരെങ്കിലും പറയാനുണ്ടോ ഇൻ യുവർ ജേർണിയില്ല? ഓൺലി ഞാൻ ആകപ്പാട് 4 കൊറിയോഗ്രാഫർ അടുത്ത് മാത്രമാണ് അസിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് രഘു മാസ്റ്റർ, പിന്നെ ഗിരിജ മാസ്റ്റർ, കലാ മാസ്റ്റർ, ബൃന്ദ മാസ്റ്റർ. സോ വിതിൻ ദ ഫാമിലി ദാറ്റ് വാസ് ദ ഓൺലി തിങ് മാത്രമേ എനിക്ക് ഒരു കുഷനും പറയാൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ വാസ് വിതിൻ ദ ഫാമിലി. ബട്ട് മാസ്റ്റർ ആയ ശേഷം ദ ജേർണി വാസ് ഓൾ അലോൺ ടിൽ ടുഡേ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിലെ വാട്ട് എവർ ഐ ഹവ് അച്ചീവ്ഡ് ഓർ വാട്ട് എവർ ഐ ഹവ് ലോസ്റ്റ്, എവറിത്തിങ്, ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ഓൺലി ടു മീ. നല്ലതിനും ചീത്തയ്ക്കുള്ള എല്ലാം എനിക്ക് മാത്രമാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കലി മാസ്റ്ററിന്റെ ഫാമിലിയിൽ എല്ലാവരും കൂടുതലും ആദ്യം തമിഴ് സിനിമയിലാണ് ആക്ച്വലി കോൺസെൻട്രേറ്റ് ചെയ്തത്, മലയാളത്തിലുണ്ടെങ്കിലും. ബട്ട് ഹൗ കം മാസ്റ്റർ കംപ്ലീറ്റ്ലി പിന്നെ മലയാളമായി? ഈവൻ അത് കൂടുതൽ മലയാളത്തിലേക്ക് എങ്ങനെയായി? കൂടുതൽ മലയാളത്തിലേക്ക് എന്ന് വെച്ചാൽ അപ്പോൾ കലാ മാസ്റ്റർ മലയാളത്തിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഓക്കെ. സോ കലാ മാസ്റ്ററോടൊപ്പം ദാറ്റ് ടൈം ഐ വാസ് ദ പ്രൈം, ഐ വാസ് ഇൻ മൈ പ്രൈം. ആൻഡ് അന്നത്തെ കാലത്തിൽ ഐ വാസ് ദ റോക്ക് സ്റ്റാർ അസിസ്റ്റന്റ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ഓക്കെ. സോ അങ്ങനെ എല്ലാവരുടെ അടുത്തും നീ മാസ്റ്റർ ആകുമ്പോൾ പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വെയർ ഇറ്റ് വാസ് ആക്ച്വലി സുന്ദർ സി സർ ഹു മേഡ് മീ എ കൊറിയോഗ്രാഫർ. ബൃന്ദ മാസ്റ്റർ ഒരു ഷൂട്ടിങ്ങിൽ ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ, ബൃന്ദ മാസ്റ്റർ ഡേറ്റ് ഇല്ല പറഞ്ഞപ്പോൾ സുന്ദർ സർ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ പ്രസന്നാണ് മാസ്റ്റർ ആക്കാൻ. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ആൻഡ് എനിക്ക് തന്നെ ഞാൻ മാസ്റ്ററായിട്ട് പോകുന്നതിന് എനിക്ക് സർപ്രൈസ് ആയിട്ടാണ് അയച്ചു വിട്ടത്. ബിക്കോസ് ഐ വാസ് നോട്ട് റെഡി. എന്നെ സംബന്ധിച്ചോളം ഐ വാസ് നോട്ട് റെഡി. അത് അവരിങ്ങനെ നേരത്തെ പറഞ്ഞാൽ ഞാൻ അവിടെ സ്കൂട്ടായി പോകും പറഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ ലാൻഡ് ചെയ്ത് യു ഗോയിങ് ടു ഓസ്ട്രേലിയ ടു നൈറ്റ് ഫോർ എ ഷൂട്ടിംഗ്. ആൻഡ് അപ്പുറത്ത് ഹീറോ ആരാ? കാർത്തിക് സർ. ദാറ്റ് ടൈം കാർത്തിക് സർ വാസ് ഇൻ സ്പീക്ക്. കാർത്തിക് സർ ആൻഡ് റംബ. ഞാൻ വിചാരിച്ചു ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ചാടിയാലോ. ഐ വാസ് നോട്ട് റെഡി ടു ബി ഹോണസ്റ്റ്. ഐ വാസ് നോട്ട്. ഞാൻ വന്നിട്ട് ഐ ബിക്കേം എ പ്രോപ്പർ കൊറിയോഗ്രാഫർ ഓൺ ദ പ്രോസസ് ഓഫ് ആഫ്റ്റർ ഐ ബിക്കേം എ കൊറിയോഗ്രാഫർ. ഞാൻ പക്കാവായിട്ട് ഐ വാസ് നോട്ട് റെഡി ആ സമയത്ത്. അപ്പൊ ഏതായിരുന്നു ആ ഒരു മൊമെന്റ്? ഒരു ഇതാണ് എന്റെ പാത്ത് അല്ലെങ്കിൽ ഇതാണ് എന്റെ പ്രൊഫഷൻ സെലക്ട് ചെയ്തൊരു മൊമെന്റ് ഏതായിരുന്നു? ബ്രോ, സിനിമ when you become a choreographer അത് ചക്രവ്യൂഹമാണ്, ബദ്വ്യൂവാണ്. only one way ticket, return back ഒന്നില്ല. either it's only two way, either you survive or you lose. Especially dance master സംബന്ധിച്ചോളം there is no second chance. Very few are very lucky to get a second round, but a second round കിട്ടണമെങ്കിൽ your first round success has to be very important. സോ അങ്ങനെയാണ് പോയത്. ഞാൻ മാസ്റ്ററായിട്ട് ആക്ച്വലി ഒരു വർഷം പണിയില്ലാതിരുന്ന. ബിക്കോസ് അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഐ എം എ വെരി ഷൈ ടൈപ്പ്. ഇന്ന് വരെ ഞാൻ ആരിനും വിളിച്ച് ചോദിച്ചിട്ടില്ല എനിക്കൊരു അവസരം തരുമെന്ന്, ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. എൻ്റെ ഗുരുസ് എല്ലാവരും നന്നായിട്ട് പണി പഠിപ്പിച്ചു, പക്ഷെ ചോദിക്കാൻ പഠിപ്പിച്ചു കൊടുത്തില്ല. അവരും അങ്ങനെ തന്നെയായിരുന്നു. സോ അങ്ങനെ ശരിക്കും വെച്ചാൽ ഇറ്റ് വാസ് ഞാൻ ഈ ഷൂട്ടിങ് പോയി. ഐ വാസ് ഡൂയിങ് എ ഫിലിം കോൾ കവർ സ്റ്റോറി. ഫസ്റ്റ് GS വിജയനേട്ടൻ്റെ. ആ വിജയേട്ടൻ ആ സമയത്തൊക്കെ വിജയേട്ടൻ്റെ കുറേ ഷോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ GS വിജയൻ ചേട്ടൻ അപ്പോൾ പ്രസന്ന മാസ്റ്ററിൽ പ്രസന്ന വെച്ചെടുക്കാം. അങ്ങനെ ആ പാട്ട് എടുത്ത് ആക്ച്വലി രാജീവ് കുമാർ സാറായിരുന്നു. ആൻഡ് ദ പേഴ്സൺ ഹൂം ഐ റിയലി അഡ്മയർ ആൻഡ് റെസ്പെക്ട്. ബിക്കോസ് ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ് ചെയ്ത് രാജീവ് സാർ എടുക്കും. മിസ് വേൾഡ് ആയിക്കോട്ടെ, ദുബായിലെ കുറേ ഷോസ് ആയിരുന്നു. സോ രാജീവ് സാർ ഇസ് ഫോർ മീ രാജീവ് സാർ ഇസ് ലൈക്ക് എ മെൻറ്റർ. അങ്ങനെ രാജീവ് സാർ വന്നു. രാജീവ് സാറിൻ്റെ അടുത്ത് തന്നെ ഇത് ദെൻ ഐ ഇമീഡിയറ്റ്ലി ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ തെൻകാശിപട്ടണം. അവിടുത്തെ ലാൽ ജോസ് ഏട്ടൻ ന്യൂസ് പോയപ്പോൾ ലാൽ ജോസ് ഏട്ടൻ എന്നെ ചീത്ത വിളിച്ചു. ബിക്കോസ് ഞാൻ മറവത്തൂർ കണ വെയ്യുമ്പോൾ കലാ മാസ്റ്റർ ക്ലാഷ് വർക്ക് ഞാൻ ചെയ്തു. സോ ദറ്റ് ടൈം ലാൽ ജോസ് ഏട്ടൻ ടോൾഡ് മീ ദാറ്റ് ദ ഡേ യു ബിക്കം എ കൊറിയോഗ്രാഫർ യു ഗിവ് മീ എ കോൾ. അങ്ങനെ ലാൽ ജോസ് ഏട്ടൻ വിളിച്ചു, നീ എന്തിനാണ് എൻ്റെ അടുത്ത് പറയാതെ പറഞ്ഞിട്ട് അടുത്ത നീയാണ് കൊറിയോഗ്രാഫർ. ദാറ്റ് വാസ് മീശ മാധവൻ. പക്ഷേ ഇൻ ബിറ്റ്വീൻ തെങ്കാശിപ്പണി ഇപ്പം നമ്മൾ തന്നെ ഒരു ട്രിബ്യൂട്ട് കൊടുത്തപ്പോൾ വി സ്റ്റാർട്ടഡ് വിത്ത് ഗോലുമാല്. ഐ തിങ്ക് സാറിനും അന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു ടു ഡു ദാറ്റ് സോങ് ബിക്കോസ് ഒരു കോമഡി സ്ലാപ്സ്റ്റിക്. എനിക്ക് അറിയത്തില്ല, ദാറ്റ് വാസ് മൈ സെക്കൻഡ് സോങ്. എനിക്ക് കോമഡി, എനിക്ക് സീരിയസ്ലി എനിക്ക് കോമഡിനെ കുറിച്ച് എങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പോലെ അറിയില്ല. പക്ഷെ അത് പഠിപ്പിച്ചു കൊടുത്തത് ഒരു വാസ് റാഫി സർ. റാഫിക്കയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, റാഫിക്ക എനിക്ക് സ്ലാപ്സ്റ്റിക് അറിയത്തില്ല, എങ്ങനെ എടുക്കണം പോലെ അറിയത്തില്ല, ഇത് എങ്ങനെ ഫ്രെയിം ചെയ്യുന്ന പോലെ എനിക്ക് അറിയത്തില്ല. സോ റാഫിക്ക പറഞ്ഞു ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം, ഞാൻ പറയാം. സോ അങ്ങനെ റാഫിക്കാവും ദിലീപേട്ടനായിരുന്നു അന്ന് ആക്ച്വലി ഒരു ടെക്നിക്കൽ എറർ ആയിരുന്നു, ഒരു ടെക്നിക്കൽ എറർ ഉണ്ടായിരുന്നു. ഇറ്റ് കുഡ് ഹാവ് എൻഡഡ് മൈ ഹോൾ കരിയർ ആക്ച്വലി. ഞങ്ങൾ സ്റ്റഡി ക്യാമ്പിൽ മെജോറിറ്റി ഓഫ് ഷോട്ട്സ് വർ ലോങ് ഷോട്ട്സ് ബിക്കോസ് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് കട്ട് ചെയ്ത് എടുത്താൽ
വർക്കൗട്ട് ആവത്തില്ല പറഞ്ഞു. എല്ലാം 60 feet 70 feet അങ്ങനെ ലെങ്തി ഷോട്ട്സ് ആയിരുന്നു. ആൻഡ് ക്യാമറയുടെ സ്പീഡ് ഓടുമ്പോൾ തന്നെ ഐ ഹാഡ് എ ഡൗട്ട്. ഐ വാസ് ടെലിംഗ് ദ ക്യാമറ അസിസ്റ്റന്റ് ഐ എം ഹാവിങ് ബിക്കോസ് എനിക്ക് നമ്മൾ ആ ക്യാമറ സൗണ്ട് കേട്ടിട്ടാണ് വളരുന്നത്. ആ സ്പീഡ് ത്രെഡിങ് പോകുമ്പോൾ തന്നെ അറിയാം. ഞാൻ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ടുണ്ട്, എനിക്ക് സ്പീഡിൽ ഡൗട്ടുണ്ട്, സ്പീഡ് ചെക്ക് നോ സർ ഓക്കെ റഷ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദ ക്യാമറ റണ്ണിങ് ഇൻ 24 frames ഇറ്റ് വാസ് റണ്ണിങ് ഇൻ 18 frames. ആൻഡ് ഇന്നത്തെ പോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജി ഉണ്ടായിരുന്നില്ല. ഓൺലി ആഡ്സിൽ മാത്രം വി ഹാഡ് ആവിഡ് എഡിറ്റിംഗ് ആൻഡ് ടു ഡു റിവേഴ്സ് ടെലിസിനി. അന്നത് ഫിലിമിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് പ്രോസസ് ആയിരുന്നു. ലക്കിലി ഇച്ചിരി ഇൻസേർട്സ് ഒക്കെ എടുത്ത് വെച്ചപ്പോൾ സോ ദർ വാസ് എ കംപ്ലൈൻറ്റ് എറർ ദറ്റ് ഐ മിസ് സംതിങ്. ഇറ്റ് വാസ് മൈ ഫോൾട്ട് പോലായി. പിന്നെയാണ് പ്രിയൻ സാറിന്റെ പടം ചെയ്തത്. പ്രിയൻ സാർ when he came to that I became a choreographer, he called me directly and gave me Govinda. സോ ഗോവിന്ദ ഒരു ഹിറ്റായിരുന്നു. പക്ഷെ ഞാനാണ് അത് ചെയ്ത പകുതി ആൾക്കാരനെ പിന്നെയാണ് അറിയുന്നത്, ലേറ്ററിലാണ് അറിഞ്ഞത്. പിന്നെ ലാൽ ജോസ് ചേട്ടൻ്റെ അടുത്ത് പ്രസരണ ചെയ്യുന്ന പറയുമ്പോൾ ആൾക്കാർ അത് തെൻകാശി പട്ടണം ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു അവനെ അറിയത്തില്ല. അങ്ങനെ ലാൽ ചേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു എന്താണ് സംഭവിച്ചത്. ലാൽ ചേട്ടൻ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. സോ സ്റ്റഡി ക്യാം വാസ് റണ്ണിങ് ബാഡ്. ഐ വാസ് ലൈക്ക് I was spotted immediately because അന്ന് മോണിറ്റർ ഇല്ലല്ലോ. ക്യാമറയുടെ പുറമിലാണ് ഓടണം. അവന്റെ മോണിറ്റർ റണ്ണിങ്ങിലാണ് ഞങ്ങൾ ഫ്രെയിം ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് അന്ന് ഫീഡ്ബാക്ക് ഇല്ല. സോ ഈ സൗണ്ട് ഇസ് ലൈക്ക് രജിസ്റ്റേർഡ് ടു അസ്. നമ്മൾ ഫ്രം ദ ടൈം ഓഫ് ദ ഹോൾ ഇയർ ക്യാമറ സൗണ്ട് ഇസ് ലൈക്ക് ഫീഡഡ് ഇൻ മൈൻഡ്. ഒരാൾച്ചേട്ടാ ഇങ്ങനെയാണ് പറ്റി. പിന്നെ പുള്ളി പറഞ്ഞില്ല അവൻ തന്നെ ചെയ്യുന്നുണ്ട്. ഹീ പുഷ് മീ അഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. ഹീ സപ്പോർട്ടഡ് മീ ബിഗ് ടൈം. കുറേ ആൾക്കാർ അയ്യോ അത് ഭയങ്കര പ്രശ്നമായിരുന്നു, പ്രശ്നമാണ് പാട്ടൊക്കെ എടുക്കാൻ അറിയത്തില്ല, പ്രശ്ന ഇസ് വെരി യങ്, ഈസ് നോട്ട് പ്രിപ്പയർഡ്. അങ്ങനെയൊക്കെ ലൈക്ക് നോ വാട്ട് എവർ ഇറ്റ് ഇസ്. ഐ ഹാവ് സീൻ ഹിം വെൻ ഹീ ഡിഡ് മറവത്തൂർ കണവ്. സോ ഹീസ് ഗോണ ബി മൈ കൊറിയോഗ്രാഫർ. അങ്ങനെ ചിങ്ങമാസം സംഭവിച്ചു. ആക്ച്വലി ഫസ്റ്റ് ഗിയറിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടി ഒറ്റ ഓവർ നൈറ്റ് 5th ഗിയർ ടോപ്പ് ഗിയറിലായിരുന്നു. ശരിക്കും കരിയർ വേണമെങ്കിൽ ഒന്ന് ബ്രേക്ക് ഡൗൺ ആവാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് ആക്ച്വലി ഇറ്റ് ടുക്ക് യു ടു ഇഫ് പ്രോബബ്ലി മീശ മാധവൻ wouldn't have happened then I don't know, maybe I don't know how would have ലൈഫ് എങ്ങനെ പോയിട്ടുണ്ടോന്ന് മനസ്സിലാവത്തില്ലാണ്. ഐ കുഡ് പ്രോമിസ്. സോ അങ്ങനെ കലാമാസ്റ്ററോട് ഇരിക്കുമ്പോൾ ഈ മലയാളം സിനിമ ആ സമയം കലാമാസ്റ്റർ വാസ് ഡൂയിങ് വെരി ബിഗ് ഇൻ മലയാളം. സമ്പറിൻ, ബെത്തലമീർ, ലാൽ സാർ എല്ലാം അവിടെ. ദാറ്റ് ഈസ് ഹൗ ഐ ഹാഡ് ലോട്ട് ഓഫ് കോൺടാക്ട്സ് ഇൻ ദ മലയാളം ഇൻഡസ്ട്രി. ആൻഡ് ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുന്നത്, അത് ഇറ്റ്സ് നോട്ട് ഈസി ടു ആൻസർ എന്ന് പറയും. ഇപ്പം ഗോലുമാല എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ സ്റ്റെപ്പ് ഓർമ്മയിൽ വരും. ചിങ്ങമാസ്റ്റർ വരുമ്പോൾ ഇത് നമുക്ക് ഓർമ്മയിൽ വരും. ഗോവിന്ദ വരുമ്പോൾ അതൊരു ഹുക്ക് സ്റ്റെപ്പ് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്തൊരു കൊറിയോഗ്രാഫറിന് ആക്ച്വലി ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ഇറ്റ്സ് നാച്ചുറലി ഹാപ്പനിങ് മേ ബി. ബട്ട് ദെൻ കാണുന്ന നമുക്ക് മനസ്സിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പ് ഒരു പാട്ടിൽ കിട്ടുവാണെങ്കിൽ, ഇപ്പം റീൽസ് ഉണ്ട്, പണ്ട് റീൽസും ഇല്ല നമുക്ക്. പക്ഷെ ദാറ്റ് സ്റ്റെപ്പ് ആക്ച്വലി ഇപ്പോഴും പോപ്പുലർ ആണ് ആളുകളുടെ ഇടയിൽ, റൈറ്റ്? അതൊരു ഒരു ഒരു അതിൻ്റെ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണ് സാർ ഈ ഹുക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ഹുക്ക് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അതിൽ 2 കഥ ഉണ്ട്. വൺ വാസ് ഐ നീഡ് ടു മേക്ക് മൈ ഓൺ ഐഡൻറ്റിറ്റി. സോ എനിക്ക് കിട്ടിയ റിസോഴ്സസ് ആൻഡ് എൻ്റെ ഹുക്ക് സ്റ്റെപ്പ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഡാൻസ് അറിയാത്ത ആൾക്കാരും പോലും ആ സ്റ്റെപ്പ് ചെയ്യണം. ദാറ്റ് വാസ് മൈ ഹോൾ കൺസേൺ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് നോട്ട് ലുക്ക് ബാഡ്, വീക്കായിട്ട് ഉണ്ടാവാൻ പാടില്ല. സോ ദിസ് വാസ് മൈ ഹോൾ തിങ്കിങ് പ്രോസസ് ഓൾ ഓവർ മൈ ലൈഫ്. ബിക്കോസ് ആ സ്റ്റെപ്പ് റീച്ച് ആയാൽ മാത്രമേ എൻ്റെ സോങ് ഹിറ്റാവും. ദാറ്റ് വാസ് ദ ഹോൾ പ്ലാൻ. സോ അതിനനുസരിച്ച് യു കീപ് തിങ്കിങ് ആൻഡ് ഗോഡ് വാസ് ബീൻ വെരി കൈൻഡ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് എല്ലാ ഹുക്ക് സ്റ്റെപ്പ് ഹിറ്റ് ആവാറില്ല. ബട്ട് എനിക്ക് അങ്ങനെ വരുമ്പോൾ my majority of my hook steps have been a hit. I could probably rate 70 to 80% of all my songs. But like in fact recently കൂടി ഒരു സിനിമ മറ്റേ നമ്മുടെ സത്യം ഓഡിയൻസിന്റെ ഒരു സിനിമ, നമ്മുടെ ഷിജു വിൽസൺ ഫാദറായിട്ട് അഭിനയിച്ച വരയൻ. അതിന്റെ കൊച്ചിയിൽ വെച്ചാണ് പാട്ടെടുത്തത്. ആ പാട്ടിന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പ് വരെ ഭയങ്കര വൈറലായിരുന്നു. സോ God has been very kind എന്ന് പറയാൻ പറ്റും. ആൻഡ് സാറിന്റെ സോങ്സ് വേറെ ആൾക്കാർ സ്റ്റേജിൽ പെർഫോം ചെയ്ത് കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എങ്ങനെയാണ്? ബിക്കോസ് ദേ മൈ ഡൂയിങ് ആരോ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ സാർ ഒരു വ്യൂവർ ആയിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുമായിരിക്കും. സോ സാറിന് എപ്പോഴും അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? ടു ബി ഹോണസ്റ്റ്, ഞാൻ ഇതുവരെ ഒരു അവാർഡ് ഫംഗ്ഷനും പോയിട്ടില്ല. ആകെപ്പാടെ ഞാൻ പോയത് ഒരേ ഒരു തവണ വനിതാ അവാർഡ് എനിക്ക് ജിമിക്കി കമ്മലിന് കിട്ടിയപ്പോൾ വനിതാ അവാർഡ് കിട്ടി, അപ്പോഴാണ് ഞാൻ പോയത്. സോ എനിക്ക് എൻ്റെ പാട്ട് കളിക്കുക, ആൾക്കാർ സ്റ്റേജിൽ കളിച്ചിട്ട് റിയാലിറ്റി ഷോയിൽ കളിച്ച് കണ്ട് ശീലമുള്ളത്. എനിക്ക് ഈ അവാർഡ് ഫംഗ്ഷൻസിലത് കണ്ട് എനിക്ക് ശീലമില്ല.
ഓക്കെ. ഈ ഗോവിന്ദയുടെ സ്റ്റോറി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് ലാലേട്ടൻ ഡാൻസ് കളിക്കാൻ വരുന്നു, ഭയങ്കര വയ്യാതൊക്കെ വന്നിട്ടാണ് ഡാൻസ് കളിച്ചിരുന്നത്. അപ്പൊ ലാലേട്ടനെയും മുകേഷിന്റെയും അവരെ ആ കൊറിയോഗ്രാഫി ചെയ്തപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അന്ന് ഒട്ടും വയ്യാതെ ഒരു ആക്ടറിനെ അത്രയും പവർഫുൾ സ്റ്റെപ്പ് കളിക്കാൻ വിടുമ്പോൾ ഉള്ളൊരു... എൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻ ഇല്ല. ഐ ഹാവ് ടു, ബിക്കോസ് ആസ് എ കൊറിയോഗ്രാഫർ ഐ എം വെരി സെൽഫിഷ്. എൻ്റെ പാട്ടിന് നന്നാവണം, കോംപ്രമൈസ് ഇല്ല. ആൻഡ് ഐ ആം ഡൂയിങ് വിത്ത് പ്രിയൻ സർ. എനിക്ക് കിട്ടിയ അവസരമാണ് ഇത്. ഇൻ കേസ് ഇഫ് ഐ ഡോണ്ട് ഡു വെൽ, ദാറ്റ് വുഡ് ബി മൈ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ബിക്കോസ് ആദ്യം തവണ ബിക്കോസ് കലാമാസ്റ്റാണ് പ്രിയൻ സാറിൻ്റെ അടുത്ത് റെഗുലറായിട്ട് പാട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ എനിക്ക് പ്രിയൻ സാർ ഒരു അവസരം കിട്ടിയപ്പോൾ ഇഫ് ഐ ഡോണ്ട് ഡു വെൽ, 2 things. 1, ഐ എം ലെറ്റിംഗ് മൈ, എൻ്റെ ഗുരുയുടെ പേര് അവിടെ ചിത്തയാവും. എന്നെ പുള്ളി എൻ്റെ മേലെ വെച്ച വിശ്വാസം പോകും, പിന്നെ എൻ്റെ കരിയറും പോകും. പുള്ളി എന്നെ തിരിച്ച് വിളിക്കത്തില്ല. സോ ആ സമയത്തിൽ ഇറ്റ് വാസ് ഓൺലി 1-way ട്രാഫിക്. ഏതെങ്കിലും യു ഡു ഇറ്റ് ഓർ യു. സോ ഐ തിങ്ക് ഇങ്ങനെ കൊറിയോഗ്രാഫി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറിന്റെ പഴയ പിക്ചേഴ്സ് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ആരും ആക്ട് ചെയ്യാൻ വിളിച്ചില്ലായിരുന്നോ? സത്യമായിട്ട് വിളിച്ചിട്ടില്ല. സീരിയസ്ലി ഞാൻ ആ ഫോട്ടോസ് കാണുമ്പോൾ ആലോചിക്കുമായിരുന്നു, അന്നൊന്നും അഭിനയിക്കാൻ എല്ലാ ലുക്കും ഉണ്ട്, കാണാ സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യം വിളിച്ചിട്ടില്ല. ഡാൻസ് പഠിപ്പിച്ചാൽ മതി പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാർ ഇട്ടിരിക്കുക. ഇപ്പൊ വിളിക്കാറുണ്ടോ? I wish they call me. You like to? Obviously. Okay. Because as a choreographer, നമ്മുടെ അടുത്ത് കൊറിയോഗ്രാഫർ നമ്മുടെ അകത്ത് ഒരു ചെറിയ നടനുണ്ട്. ബിക്കോസ് നമ്മൾ ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്ത് കാണിക്കും. ആൻഡ് സോ നമ്മുടെ അടുത്തും കൂടെ ചെറിയൊരു നടനുണ്ട്, ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വർഷം പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അത് പുറത്തെടുക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല. പുറത്തേക്കുള്ള സ്പേസ് ആരും അവസരം തരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് പണ്ടായിരുന്നു കൊറിയോഗ്രാഫി എന്ന് എനിക്ക് തോന്നുന്നു. നൗ യു ലൈക്ക് ഒരു ഡാൻസ് ഡയറക്ടർ എന്ന് പറയണമെന്ന് തോന്നുന്നു. ബിക്കോസ് മൂവീസിൽ പഴയ പോലെ ഡാൻസുകൾ ഇല്ല. ആക്ച്വലി സോങ്സ് കുറയുന്ന പോലെ തന്നെ ഐ തിങ്ക് ഡാൻസ് പെർഫോമൻസ് എലമെന്റ്സ് കുറയുവാണ്. സോ ഐ തിങ്ക് റൊമാൻസ് ഡയറക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു പാട്ട്, എനിക്കൊരു പാട്ട് കംപ്ലീറ്റ്ലി മാറുന്ന ഒരു... സോ എങ്ങനെയാണ് ആസ് എ കൊറിയോഗ്രാഫർ മാസ്റ്ററും അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്? I am one of the few luckiest choreographers who could say that I started my career in the Malayalam industry. Okay. എന്താ വെച്ചാൽ കോമഡി പഠിപ്പിച്ചു കൊടുത്ത റാഫിക, ഹൗ ടു ഡു സ്ലാപ്സ്റ്റിക്, ആൻഡ് വലിയ ആക്ഷൻസ് ഇല്ലാതെ ഡുവറ്റ് സോങ് എങ്ങനെ എടുക്കാം. ആൻഡ് നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് കുറേ തവണ നടന്നിട്ടുണ്ട്, അമ്പിളിച്ചേട്ടൻ 2 മണിക്കൂർ മാത്രമേ വരൂ. പക്ഷെ നമ്മൾ മൊത്തം പാട്ടിൽ അമ്പിളിച്ചേട്ടൻ വെക്കണം. ഏതെങ്കിലും ഒരു സോങ് ഓർമ്മ വരുന്നുണ്ടോ ലിമിറ്റേഷൻ അങ്ങനെ ചെയ്ത? രസികനിലെ ഒരു സോങ് ഉണ്ട്, മറ്റേ മമ്മൂക്ക ഹേ വാ അബീക്കയുടെ ഫസ്റ്റ് സോങ്. അതിലെനിക്ക് ആക്ച്വലി അമ്പിളിച്ചേട്ടൻ ജസ്റ്റ് 2 hours വന്നു. സോ പക്ഷെ പാട്ടിൻ്റെ മൊത്തം ഇത് അവിടെ എടുക്കണം. സോ ഐ ലേൺഡ് ഓൾ ദി വാട്ട് ടു സേ ലൈക്ക് ദ കോംപ്ലിക്കേറ്റഡ് തിങ്സ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ഹൗ സോ എനിക്ക് വേറൊരു ഇൻഡസ്ട്രിക്ക് പോകുമ്പോൾ എനിക്കിത് ഭയങ്കര എളുപ്പമാണ്. ടു ഡു ചീറ്റിംഗ്, ഒരു ആർട്ടിസ്റ്റ് ഇല്ലാതെ കാണിച്ചു കൊടുക്കണം, ഇതൊക്കെ എനിക്ക് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ പകുതി ആൾക്കാർ അതൊരു ടാസ്ക്കാണ്. സോ അങ്ങനെ വരുമ്പോൾ ആൻഡ് മെജോറിറ്റി എനിക്ക് ജോഷിയേട്ടൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ബിക്കോസ് ജോഷിയേട്ട സോങ് ഷൂട്ട് ചെയ്യത്തില്ല. സോ ഈവൻ ദ മോണ്ടാജ് സോങ്സ് ഓഫ് ജോഷി സാർസ് ഫിലിം ഐ ഹാവ് ടു ഷൂട്ട്. സോ എൻ്റെ അടുത്ത് സീക്വൻസ് വരും, സോങ്ങിൻ്റെ സീക്വൻസ് വരും. ഞാൻ സാറിൻ്റെ അടുത്ത് സാർ തന്നെ എടുത്താൽ പോരത്, എന്തിനാണ് സാർ അല്ല, ഞാൻ എടുക്കുമ്പോൾ തന്നെ ഞാൻ സീനായിട്ട് എടുക്കും. നീ എടുക്കുമ്പോൾ തനിക്ക് ഒരു ക്യാമറ മൂവ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ഞാനിവിടെ ബാക്കിലുണ്ട്, എന്തെങ്കിലും എനിക്ക് നിന്റെ തെറ്റ് പറ്റുവാണെങ്കിൽ ഞാൻ പറയാം. സോ അങ്ങനെ ഞാൻ ഈ സീക്വൻസ് ബേസ്ഡ് സോങ് കൂടുതൽ എടുക്കാൻ പഠിച്ചത് ജോഷിയേട്ടന്, ലാൽ ജോസേട്ടൻ ആൻഡ് ദിലീപേട്ടൻ്റെ പടത്തിൽ. ദിലീപേട്ടൻ്റെ പടത്തിൽ CID മൂസയുടെ സ്ലാപ്സ്റ്റിക് സോങ് എങ്ങനെ ഓരോ സീക്വൻസ് ആയിട്ട്. So that's how I learned. So luckily I was very fortunate to have these few people in my life where ഞാൻ പഠിച്ചു. ആൻഡ് ദിലീപേട്ടൻ്റെ അടുത്ത് നിന്ന് കുറേ പഠിക്കാൻ പറ്റി. ഇങ്ങനെ സ്ലാപ്സ്റ്റിക് വരുമ്പോൾ അത് എങ്ങനെ എടുക്കണം, ദിലീപേട്ടനെക്കാളും നല്ല ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. മൂസ നമ്മൾ മായാമോഹിനിയൊക്കെ ചെയ്യുമ്പോൾ ദിലീപേട്ടൻ പെൺവേഷമായിരുന്നു. അപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അവിടെ, എന്ത് ചെയ്യണതെന്ന്. അപ്പോൾ സിബിയേട്ടൻ പറഞ്ഞു, എന്തിനാ ടെൻഷനാവുന്നത്, പ്രശ്ന വരും, ദിലീപേട്ടനുണ്ട് ഇവിടെ. ഈ 2 പേരും അങ്ങനെ പോയി കഴിഞ്ഞ ചെവിയിൽ 2 സംസാരിച്ചു തരും, പിന്നെ 2 പേരും ഷൂട്ട് ചെയ്യും, സംഭവം സെറ്റാവും. നമ്മളൊക്കെ പോയാൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവിടെ പ്രശ്നം ഇല്ല, ദിലീപേട്ട ഇത് മതി എന്ന് പറയുമ്പോൾ ദിലീപേട്ട ഓക്കെ. ബിക്കോസ് അത്രയ്ക്കും വിശ്വാസമാണ് 2 പേരും തമ്മിൽ, അത്രയ്ക്കും കോൺഫിഡൻസ് ആണ് 2 പേരും, അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ ഐ വാസ് ഫോർച്ചുനേറ്റ് ഇനഫ് ടു ലേൺ ഫ്രോം. ആൻഡ് എനിക്ക് ലൈഫിൽ
ഈ 5 പേര് വാസ് മൈ പില്ലേഴ്സ് ഓഫ് സ്ട്രെങ്ത് എന്ന് പറയാൻ പറ്റും. മീൻസ് ജോഷി സർ, പ്രിയൻ സർ, ലാൽജോ സേട്ടൻ, ദിലീപ് ഏട്ടൻ ആൻഡ് മോഹൻലാൽ സർ. ഓക്കെ. And these are my pillars of life. I learned a lot. എസ്പെഷ്യലി ഫ്രെയിംസ് ഒക്കെ ഞാൻ വെക്കാൻ പഠിച്ചത് പ്രിയൻ സാറിൻ്റെ അടുത്താണ്. മാസ്റ്റർ ആവുന്ന ബിഫോർ ഞാൻ അസിസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് പ്രിയൻ സർ ഇസ് എ വെരി ഗുഡ് ടീച്ചർ. നമ്മൾ പ്രിയൻ ചേട്ടാ ഇത് എങ്ങനെയാ പ്രിയൻ ചേട്ടാ, പ്രിയൻ സർ എക്സ്പ്ലെയിൻസ് ഇറ്റ് വെരി വെൽ. ഓക്കെ. പക്ഷേ അല്ല പ്രിയൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആ കളർ പാക്കേജ്. ഞാൻ അതാ ചോദിക്കുന്നത്. നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട് പ്രിയൻ സാറിന്റെ പാട്ടിന് ഒരു കൊടം, കൊട്ട, വടി, ഇതൊക്കെ നമ്മൾ പറയും. ഒരു കാലഘട്ടം വരെ പ്രിയൻ സാറിന്റെ സോങ്ങിൽ നമുക്ക് അറിയാതെ ദെൻ ഹി ചേഞ്ച്. ബട്ട് ദെൻ അങ്ങനെ ഓരോ ഡയറക്ടേഴ്സിനും പ്രസന്ന മാസ്റ്ററിന്റെ അടുത്ത് വന്ന് പറയും പ്രസന്ന ഇത് കീപ് ഇറ്റ് വിത്ത് ഇറ്റ്, ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്തോ, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് പറയോ? കളർ ടോൺസ്. പ്രിയൻ സാറിന്റെ അടുത്ത് പോകുമ്പോൾ പ്രിയൻ സാറാണ് ഫ്രെയിം വെക്കും. ഓക്കെ. ടിൽ ടുഡേ പ്രിയൻ സാർ ഫ്രെയിം വെക്കും. ഓക്കെ. സോ നമുക്ക് ഞാൻ പ്രിയൻ സാറുടെ സെറ്റിന് മാത്രം പോകുമ്പോൾ ഐ ഗോ ആസ് എ ബ്ലാങ്ക് പേപ്പർ. ഓക്കെ. ഒന്നുമില്ല. ഇൻഫാക്ട് സ്റ്റെപ്പ് പോലും ഞാൻ സംടൈംസ് ആലോചിക്കാറില്ല. ബിക്കോസ് സാറുടെ ക്യാമറ മൂവ്മെന്റ് അനുസരിച്ച് ഐ ഹാവ് ടു കീപ് ചേഞ്ചിങ്. ഇപ്പം ആർട്ടിസ്റ്റിനെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സംടൈംസ് പെട്ടെന്ന് മാറ്റാൻ ഇതായിരിക്കും. സോ ഐ ഗോ, അവിടെ ചെന്നിട്ടാണ് ഐ സ്റ്റാർട്ട് തിങ്കിങ് ഫ്യൂ തിങ്സ്. സോ പ്രിയൻ സാറിൻ്റെ അടുത്ത് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എനിക്ക് ഇപ്പോഴും ഫ്രെയിമിൽ എനിക്ക് പ്രിയൻ സാറിൻ്റെ ലാൽസോടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാവും. എൻ്റെ മൈ ഫ്രെയിമിങ്സ് ഓഫ് മൈ സോങ്. അത് പ്രിയൻ സാറിൻ്റെ ടച്ച് ഇല്ലാതെ പോകാനേ പറ്റില്ല. പ്രിയൻ സാർ, ലാൽജോ സാറിൻ്റെ ടച്ച് ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റാത്ത ഒരു സംഭവമാണ്. സോ ദാറ്റ് ഇസ് ലൈക്ക് അവരുടെ അടുത്ത് പഠിച്ച സാധനമാണത്. വൺ സോങ് സാർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ശരിക്കും ഇമോഷണലായി പോയിട്ടുണ്ടോ? ദാറ്റ് യു റിയലി ഫെൽറ്റ് പ്രസന്ന എന്നാലും സ്റ്റിൽ ദാറ്റ്സ് ലൈക്ക് യു ഫെൽറ്റ് സോ ഹാപ്പി ടു സീ ദാറ്റ് ഓൺ, ബിക്കോസ് സാറിന്റെ മനസ്സിൽ ഉണ്ടാവുന്ന സ്റ്റെപ്സ് ആണ് ദാറ്റ് ആർട്ടിസ്റ്റ് കളിക്കുന്നത്. ആ സ്റ്റെപ്പുകളാണ് ലോകം മുഴുവൻ കാണുന്നതും ഫോളോ ചെയ്യുന്നതും. എൻ്റെ പാട്ട് ഞാൻ സ്ക്രീനിൽ കണ്ടിട്ട് ഇമോഷൻ ആയിട്ടില്ല. ബട്ട് ഈ റീസെന്റ് ടൈംസ് വെൻ ഐ ഡിഡ് വനിത അവാർഡ്സ്, ഓക്കെ, and I was doing an award function after a very long time. So Lal sir intro act, we did that intro act. Okay. So end assistant he was in the sound console, he was operating this thing. ഞാൻ ഇവിടെ back ends I was operating. ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വന്നിട്ട് he came running from there, വന്നിട്ട് ഒറ്റ ഹഗ് ആയിരുന്നു. He literally cried. He said like unbelievable to sit and watch it in front of these audience. Appo I literally was on tears. My wife was watching. My wife has come for the first time to watch a show. Okay. She became emotional. She like, I seriously can't believe that was magic what happened on stage. Lal said upon, because it was a 12-minute act. Oh. 12-minute non-stop dance, and with 9 songs. And every song is a heavy song. And Lalita എല്ലാം ഓർത്തു വെച്ചു. Lal sir ഏറ്റവും ലാസ്റ്റിലാണ് വന്നത്. Okay, fine. But the dancers had to slog for this 12 minutes, and it was heavy choreography. I need to thank my dancers and assistants for that. But Appum, Nasif, Appum, Vishnu were my chief of assistants. That moment, first time, ichri emotion ayado vechal was that stage show. That stage. ആ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ലാൽ സർ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ പറഞ്ഞു ലാലേട്ടൻ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ലാലേട്ടൻ്റെ ആൻ്റണി ചേട്ടനൊക്കെ മോനെ ആൻ്റണിയൊക്കെ ആൻ്റണി ചേട്ടനൊക്കെ കണ്ട് നെട്ടി. സനൽ സാറൊക്കെ ലൈക്ക് ലാൽ സാർ വന്ന് ഇങ്ങനെ ഹഗ് ചെയ്തു. ഇറ്റ് വാസ് റിയലി നൈസ് പറയുമ്പോൾ ഞാനൊക്കെ ബും. പിന്നെ റിഹേഴ്സൽ ഹാളിലും കൂടി സംഭവിച്ചു. ഫസ്റ്റ് ടൈം ലാൽ സാർ ഒന്ന് പഠിച്ചിട്ട് ലാൽ സാർ അവിടെ നിന്ന് വന്നിട്ട് ആ ഹുക്കും പാട്ട് നടന്നു പറയുമ്പോൾ ഞാനൊക്കെ I literally was like, it was a fanboy moment. It's more a choreographer, more a fanboy moment ആണ്. ഞാൻ തന്നെ കറയുന്നു വെച്ചാൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പവും വിഷ്ണുവും could not believe. Few magics happen. അതിന്റെ ഒരു വേറൊരു ഫീലിംഗ് ആണത്. ഐ തിങ്ക് അപ്പുവിന്റെ നാസിഫിന്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് അവർ കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു കാര്യം എന്നോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നാസിഫ് അപ്പുവും അതുപോലെ വിഷ്ണു ധ്രുവിയും സ്വർണ്ണലക്ഷ്മി, ഇവർ 3 പേരെയും കുറിച്ച് ഓരോ വാക്ക് വീതം പറയണം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് പറയണം, പറയിപ്പിച്ചിട്ടേ വിടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാസിഫിനെ കുറിച്ച് നാസിഫ് ഭയങ്കര ഇമോഷണലാണ്. വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്, വെരി കൈൻഡ് ഹാർട്ടഡ്, ആൻഡ് ഭയങ്കര സത്യസന്ധനാണ്. നാസിഫ് പെട്ടെന്ന് ഹേർട്ടായി പോകും, അതാണ് അവൻ്റെ ഒരു ക്വാളിറ്റി. വിഷ്ണു ഈസ് വെരി സ്ട്രീറ്റ് സ്മാർട്ട്. വിഷ്ണു ഇസ് എ വെരി സ്മാർട്ട് വർക്കർ. സ്വർണ്ണലക്ഷ്മി പറഞ്ഞാൽ അതൊരു ബുട്ട ബൊമ്മ ഡോളാണ്. അതായത് എന്ത് സംസാരിച്ച് അവളുടെ അടുത്ത് മാത്രം സംസാരിക്കാൻ ടോപ്പിക്സ് ഉണ്ടാവത്തില്ല. എന്ത് പറഞ്ഞാലും ഒരു റിയാക്ഷൻ ഉണ്ടാകത്തില്ല. സോ
പ്രോബ്ലി ഷീസ് എ ഡോൾ, ഹ്യൂമൻ ഡോൾ എന്ന് പറയാൻ പറ്റും അതിന്. ഇപ്പൊ അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പ്രസന്ന മാസ്റ്റർ സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ വരുന്നു ഈ ഒരു ഷോയിൽ എന്ന് പറയുമ്പോൾ ഡാൻസിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുലിവാല എടുത്ത് പിടിച്ചത്. ഞാനത് കേട്ടു. To be honest, even I am excited because after a very long time I'm performing on stage. Stage വെച്ചാൽ in a live show. And we got a chance. Especially our reality shows like you performed entry dances. Yeah. But stage was my എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് പറഞ്ഞ when I was an assistant at കലാമാസ്റ്റർ, stage was my biggest strength. Okay. And ഈ സ്റ്റേജ് ഫിയർ പറഞ്ഞ ഒരു സാധനം എനിക്കില്ല. അപ്പോൾ കലാമാസ്റ്ററിൻ്റെ ഐ വാസ് എ ലൈവ് വയർ. Okay. അന്നത്തെ കാലത്തിൽ നമ്മളവിടെ എൻട്രി വരുമ്പോൾ തന്നെ ഇവൻ എത്തിയില്ലടാ സ്റ്റേജ്, അപ്പം നമ്മൾക്ക് വേസ്റ്റ്, നമ്മൾ പോവാം. ആൻഡ് ഐ വാസ് ഇൻ എ വെരി ഡിഫറെൻറ്റ് ലീഗ് ഓൺ സ്റ്റേജ് പോയാൽ വേറെ ഒരു ജീവനായിരുന്നു. മത്സരിച്ച് വയ്യ ആൾക്കാർ. ഐ ഹാഡ് സോ മച്ച് ഓഫ് എനർജി ദാറ്റ് ടൈം. അങ്ങനെ ഇരിക്കുന്ന ഒരാളിന് ആഫ്റ്റർ വെരി ലോങ് ടൈം ഐ എം പെർഫോമിംഗ് ലൈവ്, സോ ഈവൻ ഐ എം സൂപ്പർ എക്സൈറ്റഡ്. ഇച്ചിരി പേടിയും കൂടിയുണ്ട്. ഞങ്ങൾക്കാണ് ആ ചാൻസ് കിട്ടിയിരിക്കുന്നത്, ഖത്തറിലുള്ളവർക്കാണ് ആ ചാൻസ് കിട്ടിയിരിക്കുന്നത് മാസ്റ്ററിനെ. ആക്ച്വലി മാസ്റ്ററിന് ഓർമ്മയുണ്ടോ പണ്ട് കലാമാസ്റ്ററിൻ്റെ കൂടെ സ്റ്റേജ് ഷോസിന് പോയപ്പോൾ ആരുടെയൊക്കെ കൂടെ അന്ന് ബാക്ക് ഡാൻസറോ അല്ലെങ്കിൽ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക സ്റ്റേജിൽ? ഞാൻ എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ട്. വിനീതേട്ടന്, ദിലീപ് ഏട്ടന്, ലാൽ സർ, മമ്മൂക്ക, സ്റ്റേജ് ഷോസ്. എല്ലാവരുടെയും ബാക്കിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന് ഞാൻ കളിച്ചിട്ടുണ്ട്. സിനിമയിലെ ഉസ്താദിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. അതിൽ ഞാനുണ്ട്, എന്റെ കൊറിയോഗ്രാഫർ ശ്രീധറുണ്ട്. ശ്രീധർ അപ്പൊ ഞാന് ലാൽ സാറിന്റെ റൈറ്റ് സൈഡ്, ഇപ്പുറത്ത് ശ്രീധർ, അപ്പുറത്ത് റോബർട്ട്. 3 choreographers in 1 frame. നിറത്തില ഞാൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയപ്പോ എന്നെ കമൽ സാർ പിടിച്ചിരുത്തി ഒരു പണി കൊടുത്തിട്ടുണ്ട് എനിക്ക്. ഒരു ശുക്രിയ ഇല്ല, മിന്നിത്തല്ല, അതിലൊരു ബ്രാഹ്മണന്റെ വേഷമായിട്ട് ഡാൻസ് ഫുൾ അടിപൊളി. അത് ഞങ്ങൾ ഒരു മറ്റേ ഇലക്ട്രിക് ഷോക്ക് പിടിച്ച പോലെ പെട്ടെന്ന്. അതെ, അതേപോലെ ഞാൻ വെറുതെ അസിസ്റ്റന്റ് ആയിരിക്കുമ്പോ എനിക്ക് പണി കൊടുത്ത് ഫാസിക്കാണ്. ഫസ്റ്റ് എനിക്ക് പണി കൊടുത്ത് ഫാസിൽ സർ. ഏതാ? മാനത്തെ വെള്ളിത്തേര്, ശോഭന. അതിൽ ശോഭന മാഡത്തിന് ഇൻട്രൊഡക്ഷൻ സോങ് ഉണ്ടാവും. ഇനി പാട്ട് ഓർമ്മയില്ല. അതിനകത്ത് ഒരു ശോഭന മാഡത്തിന് ഒരു ഫാൻ ബോയ് പോലെ ഒരാൾ വന്ന് മേലൊക്കെ വിനീത് ഡാൻസ് കളിക്കുന്നില്ല. ശോഭന മാഡത്തിന്റെ സ്റ്റേജ് പെർഫോമൻസിന്റെ സോങ്ങിൽ യു കൻ ഫൈൻഡ് മീ. ആൻഡ് സംബഡി ഹാസ് ആക്ച്വലി ലിഫ്റ്റിംഗ്. അതൊക്കെ അതിനാണ് തന്നെ. ഗൈസ്, നിങ്ങൾ ആ വീഡിയോ കാണേണ്ടതാണ്. ആ വീഡിയോ നിങ്ങൾ കാണേണ്ടതാണ്. ബിക്കോസ് എനിക്കത് അത്ര ഓർമ്മയുണ്ട്. നമ്മൾ ഒരിക്കലും പ്രസിഡന്റ് മാസ്റ്റർ വിശ്വസിക്കില്ല. എന്നിട്ടാണ് ആക്ട് ചെയ്യാൻ അവസരം കിട്ടിയില്ല. അല്ല, പക്ഷെ അതൊന്നും അല്ല. പക്ഷെ അതൊക്കെ കിട്ടലുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എനിക്ക് അങ്ങനെ പോകുന്ന വഴിക്ക് കൂടി കിട്ടിയ പണികളാണ്. പക്ഷെ അതല്ല, അത് പക്ഷെ നമുക്കിപ്പോഴും ഓർമ്മയുണ്ടെന്നുള്ളത്. ഐ മീൻ എനിക്കെന്തോ ആ സോങ്സ് ഒക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടാണോ എന്നറിയില്ല. ബട്ട് എനിക്ക് ആ ക്യാരക്ടേഴ്സ് ഓർമ്മയുണ്ട്. ആക്ച്വലി കമൽ സാറിന്റെ സെറ്റിലെ ഷൂട്ടിംഗ് ഞാൻ ബൃന്ദ മാസ്റ്ററിന്റെ ഷൂട്ട് പോയിട്ട് വരുന്ന വഴിക്ക് കലാമാസ്റ്റർ ഷൂട്ടിംഗ് കയറി. അല്ലെങ്കിൽ ഷൂട്ടിംഗ് കാണാൻ ചാക്കോച്ചന്റെ ഷൂട്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ചാക്കോച്ചനെ കണ്ടിട്ട് കുറെ നല്ല പോവാൻ. അങ്ങനെ പോയപ്പോ കിട്ടിയ പണിയാണിത്. പക്ഷെ കമൽ സാറിന്റെ എനിക്ക് വിഷ്വലി നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഈ പണികളൊക്കെ അല്ല, അതെല്ലാം പാട്ടിന്റെ ഭയങ്കര പോയിന്റാണ്. മാനത്തെ വെളിത്തേരിലെ ആ പാട്ടിലെ വളരെ പോയിന്റ് ആണ്. ആ ഫാൻ ബോയ് മൊമെന്റ് ഭയങ്കര രസം. അതിന് നോക്കി എല്ലാവരും കണ്ടുപിടിച്ച് ഇന്ന് അത് കണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷേ പ്രസിഡന്റ് മാസ്റ്റർ അപ്പോഴും ചോദിക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡാൻസ് പഠിപ്പിച്ച് കഴിയുന്ന സമയത്ത് ചില ആൾക്കാരെ സ്റ്റെപ്സ് ഓൺ ദി സ്പോട്ട് ചെയ്യുമ്പം ഇത് കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് ഓൺ ദി സ്പോട്ട് മാറ്റേണ്ടി വരാറുണ്ടോ? ചില സമയമുണ്ട്. ദാറ്റ് അത് വന്നിട്ട് ഒരു കൊറിയോഗ്രാഫറുടെ ജോബാണ്. ഒരു ആർട്ടിസ്റ്റിന് ഒരു പൊഴുതും സ്ക്രീനിൽ അൺകംഫർട്ടബിൾ ആയിട്ട് കാണിക്കാൻ പാടില്ല. ദാറ്റ്സ് യുവർ ജോബ് ടു. But there will be situations സാറിന് തോന്നത്തില്ല this step is actually good for that song, പക്ഷേ ആർട്ടിസ്റ്റിന്റെ ബോഡി ലാംഗ്വേജ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, not the steps or choreo. ബിക്കോസ് കുറേ ആൾക്കാർ ഡാൻസേഴ്സ് ആവത്തില്ല. എനിക്ക് വരുന്നത് അവരിന് വരുന്ന നിർബന്ധമില്ല. ബിക്കോസ് പുള്ളിക്കാരന് വരുന്നത് എനിക്ക് വരത്തില്ല. സോ ആസ് എ ജോബ് ഓഫ് എ കൊറിയോഗ്രാഫർ ഇസ് ആർട്ടിസ്റ്റിന്റെ ബോഡി ലാംഗ്വേജ് ബാഡ് ആയിട്ട് ഉണ്ടെങ്കിൽ വെച്ചാൽ യു നീഡ് ടു ബി സ്മാർട്ട് ഇനഫ് ടു ചേഞ്ച്. ആൻഡ് ഞാൻ ഒരു പുതിയതായിട്ട് ഒരു ആർട്ടിസ്റ്റോട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സ്റ്റെപ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കംഫർട്ടബിൾ ഇല്ലെങ്കിൽ പറയണം. രണ്ടാമത്തേത് നിങ്ങൾ കളിക്കുമ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പ് മാറ്റിയാൽ ഇറ്റ്സ് നോട്ട് ദറ്റ് യു ആർ ഡൂയിങ് ബാഡ്. ഞാൻ ഐ എം നോട്ട് ഗിവൻ എ കറക്റ്റ് സ്റ്റെപ്പ് ഫോർ യുവർ ബോഡി, സോ ഐ വിൽ ചേഞ്ച് ഇറ്റ്. സോ ഡോണ്ട് തിങ്ക് ദറ്റ് നിങ്ങളുടെ തെറ്റാണ്, അത് എൻ്റെ തെറ്റാണ്. ദാറ്റ്സ് വൈ യു കോൾഡ് ആസ് എ കൊറിയോഗ്രാഫർ. വെറുതെ ഇപ്പോൾ ഞാൻ കളിക്കുന്ന അടുത്ത തന്നെ ഒരു ഡാൻസർ ഉള്ളതാണ്. കൊറിയോഗ്രാഫർമാർ അതിനുപരി അവരുടെ സംടൈംസ് ഡിഫക്ട്സ് ഉണ്ടാവും, അതൊക്കെ കവറപ്പ് ചെയ്തിട്ട്
ഷൂട്ട് ചെയ്ത് നല്ല രീതിയിൽ കാണിക്കണം. ബിക്കോസ് യു സ്പെൻഡിങ് സോ മച്ച് ഓഫ് മണി, ടൈം ടൈം ആൻഡ് ഇന്ന് ട്രോൾസ് ഉണ്ട്, അന്ന് ട്രോൾസ് ഇല്ല. ഇന്നൊക്കെ എന്തെങ്കിലും ഇത് കിട്ടിയാൽ ട്രോൾ അടിക്കാൻ നെക്സ്റ്റ് ഒരു സെക്കൻഡ് മതി, കത്തിരിക്കും. സോഷ്യൽ മീഡിയ എത്രത്തോളം ഡാൻസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് സാറിന് തോന്നുന്നു? ക്രിയേറ്റിവിറ്റി പോയി. പീപ്പിൾ ആർ നോട്ട് ക്രിയേറ്റിംഗ്. ഇപ്പോൾ ഉദാഹരണത്തിന് an അവാർഡ് ഫംഗ്ഷൻ, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഓഡിയോയിൽ റോയൽറ്റി ഉണ്ട്, എൻ്റെ പാട്ടിന് ഉപയോഗിക്കാൻ പറ്റില്ല, കറക്റ്റ്. അവാർഡ് ഫംഗ്ഷൻസിൽ ഒരു സോങ് എടുക്കുന്നു, അതിൻ്റെ ഏതോ ഒരു കൊറിയോഗ്രാഫർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സിഗ്നേച്ചർ സ്റ്റെപ്പിന് മറ്റവരാണ് ഇട്ട് കളിക്കുന്നത്. ദേ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. വേർ ഇസ് യുവർ ക്രിയേറ്റിവിറ്റി ഗോൺ? അതിനൊരു കോപ്പിറൈറ്റ് ഇല്ല. അങ്ങനെ നോക്കാൻ പോയാൽ കൊറിയോഗ്രാഫേഴ്സ് ഒക്കെ റിച്ച് ആവും. ക്രിയേറ്റിവിറ്റി പോയി, ബിക്കോസ് ആ സ്റ്റെപ്പ് എടുത്തിട്ടാണ് കളിക്കുന്നത്. അപ്പൊ പിന്നെ ആ പറഞ്ഞാല് ഇപ്പൊ എല്ലാം റീൽസിലും ഒതുങ്ങിയല്ലോ. ക്രിയേറ്റിവിറ്റി എവിടെ? പണ്ടൊക്കെ വി ഹാവ് ടു ക്രിയേറ്റ് സംതിങ്. ഇന്ന് ആ സ്റ്റെപ്പ് ഇട്ട് കളിച്ച് ഉദാഹരണത്തിന് പറയാൻ പോയാൽ ജിമിക്കി കമൽ ചെയ്തത് തന്നെയാണ്. ആ പാട്ടിന് സ്റ്റെപ്പ് എടുത്ത് ചെയ്ത ലോകം മൊത്തം എല്ലാവരും ലൈക്സ് ചെയ്തു. റീലില് വൈറലായി അതില് ഫേമസ് ആയ ആൾക്കാരുണ്ട്. കൊറിയോഗ്രാഫർ ഫേമസ് ആയിട്ടില്ല, റീൽ കളിച്ച ആൾക്കാരൊക്കെ ഫേമസ് ആയിട്ടുണ്ട്. പക്ഷെ കൊറിയോഗ്രാഫർ ഫേമസ് ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഈ ഒരു വിക്കിപീഡിയ പേജോ ഒരു ഫിലിമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എല്ലാ കൊറിയോഗ്രാഫേഴ്സിൻ്റെയും ഇൻകംപ്ലീറ്റ് ആണ്. അതായത് നിങ്ങൾ ചെയ്തേക്കുന്ന വർക്ക് ആക്ച്വലി എവിടെയും കൃത്യമായിട്ട് റെക്കോർഡിക്കലി ഒന്നും വന്ന് നമുക്ക് നോക്കുമ്പോഴും കാണാറില്ല, വളരെ കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ബാക്കി ഏത് ആർട്ടിസ്റ്റിൻ്റെയും ചിലപ്പോൾ കിട്ടും, പക്ഷെ ഡാൻസേഴ്സിൻ്റെ എപ്പോഴും മിസ്സിംഗ് ആയിട്ടാണ്. മിസ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, കുറേ ആൾക്കാർ വിളിക്കാറില്ല. ദ ട്രൂത്ത് ഇസ് ദാറ്റ് ഓൾസോ. ഓക്കെ, ഹൗ മെനി ടൈംസ് ഹാവ് ടേക്കൻ എൻ എഫർട്ട് ടു കോൾ എ കൊറിയോഗ്രാഫർ ഓൺ യുവർ ഷോ? നിങ്ങൾ ഷോ ജനറലായിട്ട് ഒരു ഷോയിൽ ഒരു പാട്ട് ഇപ്പോൾ ഹിറ്റാവുന്നു, എത്ര തവണ ഒരു കൊറിയോഗ്രാഫറിൻ്റെ ഒരു പടം ഹിറ്റാവുന്നു, യു ഗെറ്റ് എൻ ആർട്ടിസ്റ്റ് ഫോർ അവർ ക്യാരക്ടർ ഇട്ടായി അവരുടെ ഇൻ്റർവ്യൂ, എത്ര പാട്ടുകൾ കൊറിയോഗ്രാഫർ ഇട്ടാക്കുന്നു. ആ കൊറിയോഗ്രാഫർ ആരെങ്കിലും വെച്ച് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടോ? നിങ്ങളെ കാര്യം ജനറലായിട്ട് ഈവൻ നമുക്ക് യൂട്യൂബ് ക്രെഡിറ്റ്സോ അങ്ങനെ ക്രെഡിറ്റ്സിൽ നോക്കുമ്പോഴും കൊറിയോഗ്രാഫറിനെ കിട്ടാൻ പാടാണ് ആക്ച്വലി. ആരാണ് ഇല്ല ഇപ്പോഴും നമുക്കറിയില്ല പലപ്പോഴും. അല്ല, ഈ പറയുന്നോട്ട് ഈ സ്റ്റെപ്പ് കോപ്പി ചെയ്ത് റീൽസ് ആകുന്നത് നമ്മൾ അറിയുന്നുണ്ട്. അവര് ട്രെൻഡ് ഹൈലൈറ്റ് പറഞ്ഞാല് ജിമിക്കി കമലിന്റെ ഇതിൽ ജിമിക്കി കമൽ പാട്ട് വൈറലായി. അപ്പാനി ഒരു കാർ മേടിക്കാൻ പോകുന്നു, അപ്പാനി പുതിയ കാർ ഡെലിവറി എടുക്കുന്നു. ആ അപ്പാനിയുടെ കാർ ഡെലിവറി എടുക്കാൻ വേണ്ടി ഒരു ഫ്ലാഷ് മോബ് നടത്താൻ വേണ്ടി എൻ്റെ D4 ഡാൻസിൽ ഒരു പപ്പു വിഷ്ണു ഉണ്ടായിരുന്നു, അവൻ്റെ അടുത്താണ് ഏൽപ്പിച്ചത്. അവന് വരെ പൈസ ഉണ്ടാക്കി, അവന് വരെ ക്രെഡിറ്റ് കിട്ടി, അവൻ്റെ പക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഐ തിങ്ക് അത് ചേഞ്ച് ആവേണ്ടതാണ്. Even recently also in Bollywood a couple of choreographers raised this question, like Bosco and everyone, Bosco and Remo ഒരു ഷോയിൽ they said like choreographers are not getting their due and their recognition. Yeah, ബിക്കോസ് ബോളിവുഡിൽ പിന്നെയും കുറേയും കൂടെ എന്ന് വെച്ചാൽ ബിഹൈൻഡ് ഇതെന്ന് പറഞ്ഞ് ഷൂട്ടെന്ന് പറഞ്ഞിട്ടെങ്കിൽ അവരെ പിന്നെ നമ്മൾ കാണുന്നുണ്ട് സംവെയർ. ബട്ട് മലയാളത്തിൽ ദാറ്റ് ഈസ് വെരി ലെസ്. ഒന്നില്ല, വെരി ലെസ്. ആൻഡ് വൺ മോർ തിങ്, ഇന്ന് ഓക്കെ ഈ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കാൻ വേണ്ടി ഒരാളുടെ അടുത്ത് നടക്കുന്നു, ബട്ട് വെൻ യു ആർ വർക്കിംഗ് ഇൻ എ മലയാളം ഇൻഡസ്ട്രി ആൻഡ് ഓൾ, നമുക്ക് വർക്ക് ലോഡ് കൂടുതലുണ്ട്. ഇത് എടുക്കാൻ വേണ്ടി ഒരു ആൾക്കാർ പോകാൻ പറ്റില്ലല്ലോ. ഇതിന് പിന്നെ പാട്ടിട്ട റോയൽറ്റി റൈറ്റ്സ് ആൻഡ് ദർ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് സോഷ്യൽ മീഡിയ ഓൾസോ. എല്ലാവരുടെയും എല്ലാ വീഡിയോ വൈറൽ ആവത്തില്ല, കുറച്ച് വീഡിയോ വൈറൽ, ചിലത് എന്തിനാ വൈറൽ ആവാത്തന്നെ ഉണ്ടാവും. സോ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പോയാൽ പിന്നെ തലയ്ക്ക് ഭ്രാന്ത്. ബട്ട് സാർ സജസ്റ്റ് ചെയ്യാറുണ്ടോ ടു ദ ഡയറക്ടേഴ്സ് ആക്ച്വലി യു ഗൈസ് ഹാവ് ടു ഗിവ് ക്രെഡിറ്റ്സ് കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ ടൈറ്റിൽസിൽ വരും ഒബ്വിയസ്ലി, ബട്ട് ഒരു സോങ് റിലീസ് ചെയ്യുമ്പം ഇന്ന ആളാണ് കൊറിയോഗ്രാഫർ എന്നും കൂടെ അവിടെ ഒരു ലൈക്ക് വി ക്യാൻ സീ ദ മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്, സിംഗർ, കൂട്ടത്തിലൊരു കൊറിയോ ഒന്നും കൂടെ. ഓക്കെ, അത് കിട്ടാറില്ല. ആൻഡ് ഇൻ ദ റീസെൻറ്റ് ടൈംസ് ഇൻ അവാർഡ് ഫംഗ്ഷൻസ്, പണ്ടൊക്കെ അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ വീഡിയോ വരുമ്പോൾ പെർഫോമൻസ് ആർട്ടിസ്റ്റും കൊറിയോഗ്രാഫറുടെ പേര് താഴെ വരും. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റേജ് കേം ദ റോളിംഗ് ടൈറ്റിൽ കൊറിയോഗ്രാഫറുടെ ടീമിന്റെ ലിസ്റ്റ് വരും. ടുഡേ ഈവൻ ഇൻ അവാർഡ് ഫംഗ്ഷൻ ടെലികാസ്റ്റ് ദേർ ഇസ് നോ കൊറിയോഗ്രാഫേഴ്സ് നെയിം മെൻഷൻഡ്. പെർഫോമറിന്റെ പേര് മാത്രം മെൻഷൻ, കൊറിയോഗ്രാഫറുടെ പേര് മെൻഷൻഡ് ഇല്ല. മാറേണ്ടിയിരിക്കുന്നു. അല്ല, മാറണം. ബിക്കോസ് നമ്മൾ ആ പാട്ടുകളാണ് പലപ്പോഴും നമ്മുടെ ആ സിനിമ റിമൈൻഡ് ചെയ്യുന്നത് പോലും. ഓക്കെ, ഒരു കൊറിയോഗ്രാഫി മേ നോട്ട് ബി എ മെയിൻ തിങ് ഇൻ എൻ അവാർഡ് ഫംഗ്ഷൻ ഫോർ യു, ബട്ട് അതൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. പക്ഷെ ആ സപ്പോർട്ട് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി എസ്പെഷ്യലി ഇഫ് യു സീ ഒരു ഷോ ഒക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് 72 hours ഒക്കെ വർക്ക് ഉണ്ടാവത്തില്ല. ഈ ആക്ട് തീർക്കണം, ആർട്ടിസ്റ്റ് ലേറ്റ് ആയവരും ആ സമയത്ത് പഠിപ്പിച്ച് കൊടുക്കണം, ആൻഡ് യു നീഡ് ടു ഡു ടെക്നിക്കൽസ്. പണ്ട് ഒരു ബാക്കിൽ ഒരു സ്ക്രീൻ ഉണ്ടെങ്കിൽ മതി, ടുഡേ LED ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, യു ഹാവ് യു പ്രൊജക്ഷൻസ്. സോ ഇതൊക്കെ ടെക്നിക്കൽ നമ്മൾ ചെയ്യണം. യു നീഡ് ടു ക്യൂ യുവർ LEDs
അതിനുവേണ്ടി നമ്മൾ മോർ ടൈം ഇസ് ബീൻ സ്പെൻഡ് ടു എൻഹാൻസ് യുവർ ആക്ട്. പിന്നെ ഞാനൊക്കെ വനിതാവോട് ചെയ്യുമ്പോൾ അവസാനം 72 മണിക്കൂർ ഞാൻ ഉറങ്ങിയിട്ടില്ല. സോ മച്ച് ഓഫ് ടൈം ഇസ് ബീൻ ഇൻവെസ്റ്റഡ്. ബട്ട് ഇന്നത്തെ കാലത്തിൽ ടുഡേസ് കറണ്ട് ട്രെൻഡ് ഏത് അവാർഡ് ഫംഗ്ഷനിലും കൊറിയോഗ്രാഫറുടെ പേര് റോളിംഗ് ടൈറ്റിൽ വരാറില്ല. വി ഹാവ് ടു മെൻഷൻ ആൻഡ് വി ഹാവ് ടു എടുത്ത് പറയണം, ഇപ്രാവശ്യത്തെ നമ്മുടെ ഈദ് ഖത്തറിൽ നടക്കുന്ന സ്കൈ മീഡിയ അവതരിപ്പിക്കുന്ന ഈദ് മൽഹ 2.0 കൊറിയോഗ്രാഫി പ്രസന്ന മാസ്റ്റർ ആണ് എന്നുള്ളത് വീണ്ടും 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 ഞങ്ങൾ പറയാണ്. അത് മാത്രമല്ല ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മാസ്റ്റർ പെർഫോം ചെയ്യുന്നത് കാണാം എന്നുള്ളതാണ്. സോ മാസ്റ്റർ കേൾക്കുന്നവരെയൊക്കെ വിളിക്കണ്ടേ, നമുക്ക് നാളെ പൊളിക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ടും പറഞ്ഞോളൂ മാസ്റ്റർ. ഞങ്ങൾ ഡെയിലി ഇരുന്ന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് മാസ്റ്ററിന്റെ ടേൺ ആണ്. യു ഇൻവൈറ്റ് എവ്രി വൺ, ടെൽ ദം ടു ടേക്ക് ടിക്കറ്റ്സ് ഫ്രം ക്യൂ ടിക്കറ്റ്സ്. എന്നാലല്ലേ നമുക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്നാലും മാസ്റ്റർ വിളിക്കും. മാസ്റ്റർ ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് എല്ലാവരിനും വേണ്ടി. ബിക്കോസ് ആഫ്റ്റർ ഒരു ഖത്തറിൽ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു മോളിവുഡ് മാജിക്കും പറഞ്ഞ ഒരു ഷോ ക്യാൻസൽ ആയി പോയത്. സോ ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഒരു റീവാമ്പിൻ്റെ ആവശ്യമുണ്ട്. സോ ദിസ് ഷോ നടക്കും, ഞങ്ങൾ നടത്തിയിരിക്കും ഉറപ്പായിട്ട്, ഷുവറായിട്ട്. ഇറ്റ്സ് എ ഗുഡ് ഷോ. പിന്നെ നിങ്ങൾക്ക് ഒരേ സെറ്റിൽ ഒരു ഭയങ്കര ഒരു ഇവിടെ ഇപ്പോൾ ഖത്തറിൽ പോയപ്പോൾ ഞാൻ എല്ലാ റെസ്റ്റോറൻറ്റിലും കണ്ട ഒരു വെച്ചാൽ ഒരു ഫുൾ പ്ലാറ്ററാണ്. ഒരു ഫിഷ്, ഒരു ചിക്കൻ, എല്ലാം വരുന്ന പോലെ. നിങ്ങൾക്ക് പാട്ടുണ്ട്, നിങ്ങൾക്ക് കോമഡി ഉണ്ട്, നിങ്ങൾക്ക് ഡാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്. ആൻഡ് പ്ലീസ് ഡു ടേക്ക് യുവർ ടിക്കറ്റ്സ് ഫ്രം ക്യൂ ടിക്കറ്റ്സ്. ഈദ് മലാർ 2.0 മിസ് ചെയ്യരുത്. ഇറ്റ് വിൽ ഷുവലി ഇസ് ഗോൺ ബി എ റോക്കിംഗ് ഷോ. അതിൽ മാസ്റ്റർ ഒരു സർപ്രൈസ് എലമെന്റ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? ലൈക്ക് എല്ലാവരും കണ്ട് ദിസ് ഇസ് ഗോയിങ് ടു, അല്ലെങ്കിൽ ഒരു എപ്പോഴും കാണുമല്ലോ ഒരു സ്റ്റേജ് ഷോയിൽ ഒരെണ്ണം ഒരു നമ്പർ ഉണ്ടാവില്ലേ, ഒരു തീപ്പൊരി ഐറ്റം? അറിയത്തില്ല, കണ്ട് ഞങ്ങൾ വിലയിരുത്തണ്ടാണ്. സംടൈംസ് അത് പെർഫോമൻസ് നടക്കുന്ന വഴിക്ക് കൂടി ഒരു മാജിക് സംഭവിക്കാറുണ്ട്. ആൻഡ് മാസ്റ്റർ പെർഫോം ചെയ്യുന്നത് ഇസ് യുവർ സോങ്സ് ഓർ യുവർ ഫേവറേറ്റ് ഐഡൽസിന് കൊടുക്കുന്ന ട്രിബ്യൂട്ട് ആണോ? അങ്ങനെ ഒന്നുമില്ല. ജനറലായിട്ട് ഇന്ന് ഏറ്റവും ഹിറ്റായിട്ടുള്ള നമ്പേഴ്സ് നമ്മൾ സ്വയം പുകഴ്ത്താറില്ല. എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴും ആക്ച്വലി ഇതെന്താ വെച്ചാൽ ഈ ഷോ വന്നത് തന്നെ അവിടുത്തെ ഷോ ക്യാൻസൽ ആയി എന്ന് പറഞ്ഞ് ഡിപ്രഷനിലിരിക്കുമ്പോഴാണ് ഇവിടെ ഒരാൾ വന്നിട്ട് ഹലോ ഐ എം സോ ആൻഡ് സോ ഐ എം പ്രേം, ഐ എം ഫ്രം സ്കൈ മീഡിയ, നമുക്കൊരു ഷോ ചെയ്യണം, താല്പര്യമുണ്ടോ? പൊളിഞ്ഞിരിക്കവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു റൈറ്റ് ടൈം എന്ന് പറയുന്നത്, ഐ തിങ്ക് ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ആൻഡ് എല്ലാവരും അതിന് വേണ്ടി ഒരു എക്സൈറ്റഡ് ആണ്. വി ഹാവ് എ വെരി ബിഗ് കാസ്റ്റ് ഇതിന് വേണ്ടിയിട്ട്, ഹ്യൂജ് കാസ്റ്റ് ആണ്. ആൻഡ് ഭാവന ഈസ് കമ്മിങ് ആക്ച്വലി. ആൻഡ് ദർ ഇസ് അനദർ ഡെബ്യൂ പെർഫോമർ, നമ്മുടെ ബിന്ദു ചേച്ചിയുടെയും സായി ചേട്ടന്റെയും മകൾ കല്യാണി. ഷീസ് ഹർ ഫസ്റ്റ് സ്റ്റേജ് ഷോ. അപ്പോൾ റീൽസിലൂടെ കണ്ടേ ഉള്ളൂ നമ്മൾ. ഷീസ് പെർഫോമിങ്. സോ മാസ്റ്ററിന് കുറച്ച് പുതിയ സ്റ്റുഡൻസിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. കല്ലുടെ കാര്യം എന്ന് വെച്ചാൽ കല്ലുടെ റീൽസ് കുറെ കണ്ടിട്ടു. ആൻഡ് കല്ലു ഇസ് ഓൾവേസ് വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് അണ്ണ, ഇസ് ഓൾസോ ഡി ഫോർ ഡാൻസ് പ്രോഡക്റ്റ്. സോ അണ്ണയുടെ കുറെ വീഡിയോസിലൂടെ കല്ലുടെയും കണ്ടിട്ടുണ്ട്. ആൻഡ് ബിന്ദു ചേച്ചിയുടെ മോളായിരുന്നു. ആൻഡ് അവളും അങ്ങനെ വെറുതെ വിളിച്ചു ചോദിച്ചു കല്ലു വരാൻ താല്പര്യമുണ്ടോ? അല്ല കേട്ടാ പിന്നെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പ്രസന്ന മാസ്റ്റർ വിളിച്ചത് ഇങ്ങനെ പോകുന്നു. സായിട്ട് പ്രസന്ന മാസ്റ്ററോട് വിളിച്ചില്ല, അപ്പോൾ ധൈര്യമായിട്ട് പോയി, ഒരു കുഴപ്പമില്ല. ആൻഡ് യു ഓൾസോ ഐ തിങ്ക് ഇവിടെ ഖത്തറിലെയും കുറെ നല്ല ടാലൻസിനെ മാസ്റ്റർ കണ്ടിട്ടുണ്ടായിരിക്കും. യെസ്, റൈറ്റ്, യു മെറ്റ് ഫ്യൂ പീപ്പിൾ. ആൻഡ് അവർ തുടങ്ങുമ്പോഴുള്ള ഇതിനും നൗ ഇറ്റ്സെൽഫ് ദേർസ് എ ഹ്യൂജ് ഡിഫറൻസ് വിതിൻ ദെംസെൽസ് ഇറ്റ്സെൽഫ്. ആൻഡ് കല്യാണി ആക്ച്വലി ഞാൻ റീൽസിലാണ് കണ്ട കല്യാണി ഇല്ല, ഇവിടെ ഡാൻസ് പഠിച്ച ശേഷം ഈസ് very energetic. And ഞാൻ തന്നെ സർപ്രൈസ് ആയിരുന്നു. because after a very long time I would say that a good heroine who is a very good dancer, who has the potential to be a very 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 good dancer. So അവളെ കറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഉപയോഗിക്കുവാണെങ്കിൽ she can rock dance videos. ഉറപ്പായിട്ട്, no doubt. നമ്മുടെ ഷോയിൽ വന്നത് കൊണ്ട് പറയുന്നില്ല, but she is really talented. ഐ തിങ്ക് കല്യാണിക്ക് ഇത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു യെസ്, അത് കല്യാണി ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു. പോയ ഷോയില് മമിത ബൈജു സർപ്രൈസ് ചെയ്തു എന്നെ. അവള് ഇത്രയൊക്കെ കളിക്കും ഞാൻ പ്രതീക്ഷയില്ല. സോ ഇത് അതേപോലെ ഇത് കല്യാണി. സോ ഒരു ഷോയിൽ ഒരു സർപ്രൈസ് എലിമെന്റ് കിട്ടുന്നുണ്ട്. സാർ ഒരു ഡാൻസ് ഡയറക്ടറാണ്. വെൻ യു ഗോണ ഡയറക്ട് എ മൂവി? ഗുഡ് ക്വസ്റ്റ്യൻ. അതിനെപ്പോ സമയം വിധിച്ചിട്ടുണ്ടോ? ബിക്കോസ് ഇത് നമ്മുടെ കയ്യിലില്ല. അത് ബട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ബിക്കോസ് ബാക്കി എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ ഹോളിവുഡിൽ ഒരു സ്റ്റെപ്പ് അപ്പ്, ഹിന്ദിക്ക് ഒരു ABCD, വൈ നോട്ട് വൺ? ഐ ഡോണ്ട് വാണ്ട് ടു ഡു എ ഡാൻസ് മൂവി.
Okay, so then a general, I mean, because ഡാൻസ് മൂവി എന്ന് വെച്ചാൽ യുവർ കോൺസെപ്റ്റ് ഇസ് ഗോൺ ബി ദ സെയിം. yeah, more or less. സോ എന്തായാലും കഷ്ടപ്പെടുന്നു, പോകുന്നു, ഗപ്പടിക്കുന്നു. ദാറ്റ്സ് എ സിമിലർ സ്റ്റോറി. ആൻഡ് these people are all approved again. So Okay. you have nothing unless until I get some very cracking idea. Okay. ഇതിൽ വേറെ ഒരു ആംഗിൾസ് ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ഇറ്റ് നൗ, ബട്ട് ഇതിൻ്റെ എസ്പെഷ്യലി കേരളത്തിൻ്റെ കഷ്ടപ്പാട് വേറാണ്. ഞാൻ ഒരു നല്ല കൾച്ചറും ഉണ്ട് കൾച്ചറുണ്ട് ആൻഡ് മോർ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. യെസ്. ആൻഡ് സർപ്രൈസിങ് പാർട്ട് ഇസ് ദാറ്റ് മറ്റ് ഡാൻസ് സെക്ടേഴ്സ് ലൈക്ക് യു ഗോ ലൈക്ക് വെൻ യു സി തമിഴ് ഓർ തെലുഗു, ഈ സെക്ടറൊക്കെ നോക്കുമ്പോൾ മോർ ഹാർഡ് വർക്കിംഗ് കൂടെ പറയാന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് വാട്ട് യു ഗെറ്റ് ഇൻ a Tamil show or a Hindi show or a Telugu show, you don't get it in the Malayalam shows. So adinum, in spite of that, there's so much of talent in Kerala. So definitely, sir. And I would try to put it on this papers, because nammal cheyda shows, let it be D4 Dance or DKD, these songs have been references in many shows. ene kore alkar vilichittum paranjittunde like ningade shows okke nangada idu references aanu. അങ്ങനെ ഹൈലി ടാലൻറ്റഡ് ആയിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഓൾ ഓഫ് എ സഡൻ ഇഫ് യു സീ ഫ്രം ദ ലാസ്റ്റ് 2 years there's no reality shows, no dance shows. There are so many people who are jobless. I feel really pity for them. So this has to change. Definitely. In spite of having super talented, ultimate talent ആണ്. And really innovative ആയിട്ട് വരുന്ന ഐഡിയാസ് ഒക്കെ I find it from here. Because infrastructure കുറവാണ്. It's not like in Bombay where 6 months they take you in contract, they pay your food, they pay your accommodation. നിങ്ങൾക്ക് എന്ത് വേണമല്ലോ അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല ഇവിടെ. അത്രയ്ക്കും ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഇല്ല. ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ഇവിടെ ഇരിക്കുന്ന പിള്ളർ വന്നിട്ട് അത്രയ്ക്കും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസസ് ഉണ്ട്. സോ ദെൻ ഇമാജിൻ ഇഫ് യു സപ്പോർട്ട് ദം, വേറൊരു ഇതിലേക്ക് എത്തുമെന്നുള്ള. ആൻഡ് ഓൾസോ മറക്കണ്ട, പ്രസന്ന മാസ്റ്റർ ആസ് എ ഡയറക്ടർ, മൂവി ഡയറക്ടർ, we can very soon. ഇപ്പോൾ അതിനൊക്കെ സമയമുണ്ട്, എന്നാലും ഇരിക്കട്ടെ. ബട്ട് ഫ്യൂച്ചറിൽ ചെയ്തേ പറ്റൂ. ബട്ട് എല്ലാത്തിനും സമയമുണ്ട് ദാസ, അതുകൊണ്ട്. സോ പ്രസന്ന മാസ്റ്റർ, ഖത്തറിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഗംഭീര ട്രീറ്റിന് വേണ്ടി യു ആർ കുക്കിംഗ് അപ്പ്. എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റാണ്. ഒരു വലിയ ഫീസ്റ്റാണ് ഞങ്ങൾക്ക് വേണ്ടി തേഴ്സ്ഡേ സെറ്റ് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ തേഴ്സ്ഡേ അൽ അറബി സ്റ്റേഡിയത്തിൽ എല്ലാവരും എത്തുക. മാസ്റ്റർ ഈ പറഞ്ഞ പോലെ നിങ്ങളെല്ലാം കാണാൻ വേണ്ടിയിട്ടും ആൻഡ് മാസ്റ്ററിന്റെ പെർഫോമൻസ് കാണാനായിട്ടും കൈയടിക്ക് മുന്നിൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരിക്കും. വേണേ ഞങ്ങൾ സ്റ്റേജിൽ വന്ന് കൊളാക്കി തരാം. ആ ഏരിയയിൽ കണ്ടുപോരുന്നു, ഇവിടത്തോടെ തീർത്തോണല്ല. കൈയടി മാത്രം മതി, സ്നേഹം മാത്രം മതി. അതെ, എന്തായാലും ഞങ്ങളുടെ എല്ലാവരും ഇപ്പൊ കേൾക്കുന്നവരാണെങ്കിലും എല്ലാവരും അവിടെ എത്തട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കാം. Yes, thanks bro, thanks a lot. And thank you so much master. I should thank you for that. No. ഇത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു മൊമെന്റ് ആയിരുന്നു സാർ ഇവിടെ വരിക എന്നുള്ളത്. And it happened, and finally we are going to see the performance. Yes. അപ്പോൾ പൊളിക്കാം, അടിച്ചു പൊളിക്കാം. ഓക്കെ, മാധവൻ വരട്ടെ അല്ലേ?